പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അനാർക്കലിയെ. മാത്രവുമല്ല, ഉടൻ തന്നെ ഭദ്രനെ കുറിച്ചുള്ള രഹസ്യം കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രാധികാമ്മയെ. മാത്രവുമല്ല, രാധികാമ്മ അതേസമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. ഗോവിന്ദ് അറിയാതെ സ്വത്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇതേ തുടർന്ന് രാധികാമ്മയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു. അജാസും ഗോവിന്ദും വന്നതിനെ തുടർന്ന് അവിടെ വെച്ച് സ്വത്തുക്കൾ വിൽക്കാൻ പോവുകയായിരുന്ന രാധികാമ്മയുടെ കള്ളക്കളി കൈയോടെ പിടികൂടുകയാണ് അവർ. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. കാര്യങ്ങൾ അറിയുന്ന ഗോവിന്ദ് ഇത് ശരിയായ രീതിയല്ല എന്ന് പറയുകയും എന്തായാലും കച്ചവടം ഇവിടെ നടക്കുകയില്ല എന്ന് വാങ്ങാനെത്തിയ ആളോട് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന വരുണാകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു. വിചാരിച്ചതുപോലെ എന്തായാലും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് രാധികാമ്മ ഉറപ്പിച്ചു പറയുകയും ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ ഗോവിന്ദ് എല്ലാ കാര്യവും അന്വേഷിച്ച് മുന്നിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അവർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ബുദ്ധിപൂർവം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത്. ഗീതു ഒടുവിൽ വീട്ടിൽ മറ്റൊരു ഒളിപ്പോരാളി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അത് മറ്റാരുമല്ല, വരുണിന്റെ ഭാര്യ തന്നെയാണ്. ഈ കാര്യം ഗോവിന്ദിനെ ചെന്ന് കണ്ട് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങൾ എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഗോവിന്ദ്. ഇതോടെ താൻ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ പുറത്തു പറയേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം ഒടുവിൽ ഉണ്ടാകുന്നുവെങ്കിലും പക്ഷേ വരുണിന്റെ ഭാര്യ തനിക്ക് അറിയാവുന്ന സത്യങ്ങൾ പറയാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ രാധികാമ്മയും വരുണും സംസാരിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടയായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭദ്രന്റെ കാര്യം രഹസ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഭദ്രനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കാനുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തു തന്നിട്ടുള്ളത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അനാർക്കലിക്ക് നേരെ അന്വേഷണം ശക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് രാധികാമ്മയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് അന്വേഷണത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നതും. അനാർക്കലിയല്ല ഇതിന് പിന്നിൽ കളിച്ചത് വരുണും അതുപോലെ തന്നെ രാധികാമ്മയും ആണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് രാധികാമ്മയെ ചെന്ന് കാണുന്ന ഗോവിന്ദ് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് തുറന്നു പറയുകയും എന്തിനാണ് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഗീതു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.